ക്യാമറ എടുത്തോണ്ടിരിക്കണേ ഹായ്, നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. മനസ്സിൽ 1000 സ്നേഹസ്പർശവും മിഴികളിൽ 1000 പ്രതീക്ഷയുമായി വസന്തത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒത്തുചേരലിൻ്റെയുമൊക്കെ ഉത്സവമായ തിരുവോണമാണെന്ന്. ഈ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നല്ലേ? എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടുന്നത് ചക്കിയും പാറുവും അപ്പുവും മണിക്കുട്ടനും ഡുണ്ടുമൊക്കെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ ചക്കി, ആരാണ് ഈ പാറു എന്നൊക്കെ. അപ്പൊ നമുക്ക് നേരിട്ട് പോയി വിശേഷങ്ങൾ അറിഞ്ഞാലോ. അപ്പൊ പാറു നമുക്ക് തുടങ്ങാം. പാറു, നമുക്ക് ഏറ്റവും ഒരു 4 വർഷക്കാലമായി മലയാളികളെല്ലാം നിങ്ങളെ ഒരു എല്ലാ ഫാമിലിയും നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടല്ലേ? നിങ്ങളെ ഓരോ പ്രോഗ്രാംസ് ആയാലും എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ പറയും, ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾ അറിയാതെ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4 വർഷം മുന്നേ എനിക്ക് തുടങ്ങി തോന്നുന്നു ഒരു ടോമാഞ്ചേരി വീഡിയോയിൽ നിന്ന്. ആ ഒരു ടോമാഞ്ചേരി വീഡിയോയിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോ ലാസ്റ്റ് വീഡിയോയിൽ ഓണ പരിപാടി അതിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ചാക്കുകൾ കുറവാണ്, ആരും ചാക്ക് കൊണ്ട് പോകരുതെന്ന്. ഒരു 5 ഡയലോഗ് പറഞ്ഞത്, 6 നല്ല ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാലഘട്ടം തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ ഏറ്റെടുത്ത നിങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ്. വിചാരിച്ചില്ല ഇത്രയും നല്ല റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. തുടങ്ങിയെന്ന് വെച്ചാൽ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി തുടങ്ങിയത്. അന്ന് അത്രയും റീച്ച് ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ചക്കയില് പാറുമല്ലോ എന്നൊക്കെ ചോദിക്കട്ടെ. ഒരുപാട് ഇപ്പൊ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് ടിക്കറ്റ് സീറ്റ് വാർത്തതായിരുന്നു. അത് പാറുമല്ലേ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീറ്റൊക്കെ തന്നെ. അപ്പൊ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല ഇതാവുമെന്ന് വിചാരിച്ചു. നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത നന്മയുടെ ഒരു ഭാഗമാണ് നമ്മളെ മറ്റുള്ളവർ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു പാരമ്പര്യം, അപ്പൊ അച്ഛനമ്മമാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമുക്കും ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും മറ്റുള്ളവരെ എത്തിപ്പെടാൻ സാധിക്കുന്നത് അല്ലേ? അടുത്ത ചക്കിയാണ്. ചക്കി നമ്മളെ കാണുന്നതൊക്കെ ഒന്നുമല്ല. ചക്കി വീഡിയോയിലൊക്കെ അടികൂടുന്ന ചക്കിയാണ്. ചക്കി മിണ്ടായിരിക്കണം. മിക്കവാറും ദാസവ ഭാഷയുടെ കമ്പനി ഞാൻ എടുക്കേണ്ടി വരും. ചക്കി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? സ്കൂളിലെ വിശേഷങ്ങൾ പറയാം. കൂട്ടുകാരൊക്കെ ഉണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മോളെ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. എന്തുപറ്റി ഇപ്പൊ മിണ്ടായിരിക്കുന്നത്? ആരെ അറിയാത്തതുകൊണ്ട് എന്നെ മാത്രമേ ഇവിടെ ഞാൻ മാത്രമേ അറിയുള്ളൂ. നിൽക്കുന്ന അച്ഛനും അമ്മയും മക്കളെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നത്. പിന്നെ തന്നെ ഉണ്ടായിരിക്കുന്നത്. സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കണ്ടെന്ന് പറയും. മറ്റേ കാക്ക കുയിലാണ് വിഷയത്തിന് മോള് എന്താ വെച്ചിട്ട് കാക്ക മോളെ കൂട്ടിട്ട് വന്ന് കുയില് മുട്ടയിട്ട്. അപ്പൊ എന്തൊരു ഓണത്തിനാ സംസാരിക്കുന്നത്? ഇപ്പൊ എല്ലാവരും മോളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അയ്യോ ഇപ്പൊ ആൾക്കാർ പറയും ഇതായിരുന്നു ചക്കി മിണ്ടായി ചക്കി എല്ലാവരും പറയും. ഇപ്പൊ അമ്മ അപ്പൂനോട് ചോദിച്ചാലോ? അപ്പൂ എല്ലാവരും പറയുന്നത് കുഞ്ഞ് താരമാണ് അപ്പു ഇതോടൊക്കെ എല്ലാവരും അപ്പൂനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൂനെ സ്നേഹിക്കുന്ന അപ്പൂന്റെ പ്രിയപ്പെട്ടവരോട് എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല, നീ അവർ കട്ട് ചെയ്യും. ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞില്ല, അവർക്ക് പറഞ്ഞാൽ മതി. ഈ പ്രോഗ്രാം ഏറ്റെടുത്ത എല്ലാവരും വലിയൊരു നന്ദി പറഞ്ഞേ. ഈ പരിപാടി ഏറ്റെടുത്ത എല്ലാവർക്കും നല്ലൊരു നന്ദി പറഞ്ഞേ. ഈ പരിപാടി ഏറ്റെടുത്ത എല്ലാവർക്കും ഒരു നന്ദി. ഇനിയും നമ്മുടെ പ്രോഗ്രാം കാണണമെന്ന് പറ. ഇനിയും നമ്മളെ ഈ പരിപാടി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോ ഞാനാണോ അപ്പു നീയാണോ അപ്പു? പറ. അപ്പൊ അപ്പോഴാണ് അപ്പു ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലാണ് അപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് ഡുണ്ടുവിന്റെ അടുത്ത് പോയാലോ? ഡുണ്ടു, ഈ പ്രോഗ്രാം നിങ്ങൾ ടോമൻസിനെ തുടങ്ങി നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ കുടുംബത്തെ പോലെ തന്നെ നിങ്ങളെ ഏറ്റെടുത്ത് തുടങ്ങി അല്ലേ? എന്താണ് അതിനിടയ്ക്കുള്ള മാറ്റങ്ങൾ, നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ ഡുണ്ടു വിളിക്കാറുണ്ടോ? പേര് വിളിക്കാറുണ്ടോ? ഡുണ്ടു വിളിക്കാറുണ്ട്. ഡുണ്ടു വിളിക്കാറുണ്ട്. എടാ വേറെ ഒട്ടപ്പേരുണ്ടോടാ? ഇല്ല.
പറയുന്നത് പറഞ്ഞല്ലേ? അല്ല ഇപ്പൊ ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ തന്നെ അവര് എനിക്ക് ചിരി വരും. അങ്ങനെ ചില 4 പഠിക്കുന്ന പിള്ളേര് വന്നിട്ട് ഒരു പച്ച നിക്കർ എവനാണല്ലോ പച്ച നിക്കർ കൊണ്ടുവരുന്നത് ഒരു ബർമൂട അവനാണല്ലേ? അങ്ങനെ അപ്പൊ ദേഷ്യപ്പെടാറുണ്ട്? ഇല്ല, ചിരി ഇതിന് മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ മോളില്ലാതെ ഫ്രീ ആണ്. ഇതിന് മുമ്പ് എങ്ങനെയാണ് ഇതിന് കൊറോണയ്ക്ക് മുമ്പ് ഫ്രണ്ട്സുമായിട്ട് എങ്ങനെയാണ്? ഇല്ല, എന്റെ കൂട്ടുകാരെടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കും. ഇപ്പൊ ഇവർ ഒതുക്കൊതുക്കൂലേ? ഇനിയിപ്പോ വല്ലോ പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ ഇപ്പൊ ഞാൻ ആഴത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവരപ്പോഴും എനിക്ക് ചിരി വരും. അപ്പൊ മണിക്കൂട്ടാ ഇതേ അവസ്ഥ തന്നെയാണോ താങ്കൾക്കും? കൂട്ടുകാരൊക്കെ എന്ത് പറയും? കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ കളിയാക്കെന്ന് വെച്ചാൽ അത് അതൊക്കെ ഉള്ളതാണ്. ഈ ദാസമാഷ് എന്നുള്ള ഒരു ക്യാരക്ടർ പാർവതി ഒപ്പിച്ചിരുന്നത് നിങ്ങളെ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ആരും കുറ്റം പറയുന്നതല്ല, ഇപ്പൊ പുതിയ ബ്ലോഗർമാരായാലും മറ്റുള്ളവരായാലും പുതിയ കണ്ടന്റുകൾ തേടി പോകുന്ന കാലത്ത് ഇവരുടെ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുക. 1980, 85, 90 കാലഘട്ടത്തെ വീഡിയോ ഞാനൊക്കെ കണ്ടു. ഞാനൊരു ഇപ്പൊ പാറ ഒരു തിരനോട്ടം പോലുള്ള പ്രോഗ്രാം പറഞ്ഞു. അന്ന് ദൂരദർശൻ അതൊക്കെ ദൂരദർശൻ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മളെയൊക്കെ. ആ സമയത്ത് ആ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റ് ഒരു ലക്ഷം പെർഫെക്റ്റ് ആയിരുന്നു ആ പ്രോഗ്രാം. അതൊക്കെ എങ്ങനെ എവിടെ നിന്ന് കിട്ടും? ഈ കണ്ടന്റൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? അമ്മയും കുഞ്ഞുങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അവരാണ്. പിന്നെ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് ആരാണെന്ന്. ഇതിന്റെ അമ്മയും കുഞ്ഞുങ്ങളുടെ പക്ഷെ അവരെയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നല്ലേ? എല്ലാം ബാക്ക് ക്യാമറയ്ക്ക് മുന്നേ വരൂല. അത് ശരി. അപ്പൊ ഒരുപാട് ഇപ്പൊ നിങ്ങളിപ്പോ 5 പേര് ഫ്രെയിമിലുള്ള സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാത്ത ഒരാൾ വേണമല്ലോ. അതാണെന്നൊന്നും ആർക്കും അറിയാം. ഇപ്പൊ ആ രഹസ്യം കൂടി പരസ്യമാക്കിയിരിക്കുന്നത് ഇവരുടെ അമ്മയും കുഞ്ഞിയും കൂടെ ചേർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്. കണ്ടന്റ് പറയാൻ അമ്മയും കുഞ്ഞി അതുകൊണ്ട് ഇവർക്ക് ഒരു അപ്പനുണ്ട്, നമ്മുടെ സുഹൃത്താണ്. പുള്ളി നല്ല കണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോഴേ ഇന്ന് തിരുവോണമാണെന്ന് അറിയാലോ. ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിന് നിങ്ങൾ ഇനി എന്തെങ്കിലും പരിപാടികൾ എവിടെയും പുറത്തൊക്കെ പോകുന്നുണ്ടോ? പുറത്തോട്ടൊന്നുമില്ല, സദ്യ കഴിക്കണം. ചക്കി സദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് പറ. പപ്പടം. വേറെ അടുത്ത പറ. പായസം. എന്താ പായസം ഇഷ്ടം? ബ്രഹ്മസലി. എന്താണ് ബ്രഹ്മസലി പതി ഇഷ്ടപ്പെടാൻ കാരണം? മന്നം കൂടുതലുണ്ടാണോ തന്നെ? അപ്പോൾ എന്താ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞേ. ആര് ഫുഡ് പറയുന്നത്? ഞാൻ ഫുഡ് ഓഫറാണ് പറയുന്ന ഫുഡ് ഞാൻ മേടിച്ചത് മന്തി. അത് ചെവി എന്തോ അടഞ്ഞിരിക്കുന്നത്. മന്തിയോ? മന്തി വെച്ച് കേൾക്കാൻ വയ്യ. ചക്കി എന്താ ഏറ്റവും പായസം. മണിക്കൂട്ടനാ പായസം തന്നെ. കൊണ്ടുവരാടാ എല്ലാം തിന്നും. എന്താ അവ എല്ലാം കഴിക്കും. ചക്കി പറഞ്ഞേട്ടാ അപ്പൊ എല്ലാം കഴിക്കും. ഓക്കെ. നിങ്ങളെ വീഡിയോ നിങ്ങളെ വീഡിയോ എന്താ ഇടുന്നുണ്ടോ? ഇന്ന് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തല്ലേ ചെയ്യുന്നത്? താഴെ നമ്മളെ വീടിന്റെ താഴെ ഒരു വാടക വീടുണ്ട്. ആ വീടിന്റെ ആ പെരയുടെ തിന്നാ ചെയ്യണം തന്നെ. ഇതിലൊരു ചക്കി വീഡിയോ നിങ്ങൾ ക്യാമറ ചെയ്യുന്നത് ശരിയാകുന്നില്ല, ചക്കി ചെയ്യാന്ന് പറയുന്നിട്ട് എനിക്ക് നിങ്ങൾ അവസരം തരുന്നില്ല. ഇന്നലെ പാറ വിളിച്ച് പറഞ്ഞു രാത്രി. ചക്കി പറഞ്ഞെന്ന് ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ ക്യാമറ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ എന്റെ ഫോണിൽ ലിസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നാലും അങ്ങനെ പറയാൻ കൊള്ളാമോ? പാറു ചക്കിയെ കുറിച്ച് പറയാൻ കൊള്ളാമോ? ഞാൻ ചോദിച്ചു പറഞ്ഞു വെച്ച് എന്തിനാ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് ചോദിക്ക്. ഞാൻ സത്യം ഞാൻ കോൺസെപ്റ്റ് കാണിച്ചു തരാം. ചക്കി ഞാൻ ചക്കി ഇങ്ങനെ വിചാരിച്ചു. ചക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു. വീഡിയോ ക്യാമറ ഉണക്കുമ്പോൾ മാത്രമേ വാറക്കുള്ളൂ. പിന്നെ ഇവന്റോട് അടിവിടാൻ ക്യാമറ വീഡിയോ എടുക്കാൻ ചെന്ന ഉടനെ അവരോട് അടിവിടും. ഇന്നലെ ചെരുപ്പ് കാലിലിട്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും കാലിക്കണം ചെരുപ്പ് വലിച്ചൂരി വന്ന് വീണ് കൈയൊക്കെ മുറിഞ്ഞു. പിന്നെ പറഞ്ഞു ഇപ്പൊ നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ടേ ഒരുപാട് ആൾക്കാർ കമന്റ്സ് പറയുന്നത്. അത് എന്തൊക്കെയാണ് ആ കമന്റ്സ് പറയുന്ന പ്രേക്ഷകരോട് പറയുന്നത്? കമന്റ് ഒരുപാട് പേര് നല്ല കമന്റ് ഇടുന്നുണ്ട്, പിന്നെ മോശ കമന്റ് വരുന്നുണ്ട്. അതൊക്കെ അപ്പൊ തന്നെ ഡിലീറ്റ്. നിങ്ങൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അത് ആ ഒരു മോശ കമന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കുമ്പോൾ ചെറിയ വിഷമം വരും. പിന്നെ തോന്നും അത് സാരമില്ല, നെഗറ്റീവും പോസിറ്റീവും വരുമല്ലോ. പിന്നെ ചില കമന്റ് വരുമ്പോ നമുക്ക് തോന്നും അത് ചിലപ്പോ അമ്മ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ?
അതേ രീതിക്ക് തന്നെ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് അത് ആ ഇടുന്ന ആളെ അവർ ഇടുന്ന ഒരു രീതിയാണല്ലോ ആ രീതിക്ക് അടുത്ത അക്കൗണ്ട് എടുത്താൽ പക്ഷെ നമുക്ക് സപ്പോർട്ട് ആണ് തോന്നുന്നത് കൂടെ മുന്നോട്ട് വരെ മണിക്കൂറിന്റെ കാലം ആരും മോശം പറയാറുണ്ടോ പറഞ്ഞാൽ ചക്കിയൊക്കെയാണ് ചക്കിക്കാണോ ഇങ്ങനെ അല്ല എനിക്ക് നല്ല കമന്റ്സ് ഞാനത് കാര്യം ഫുള്ള് നോക്കി നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി നമ്മളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു കാണാൻ ആഗ്രഹിക്കുന്നു ഇയാളെ ഗൾഫിന്റെ കാലം കിട്ടൂല അപ്പോഴത്തേക്ക് കൂടെ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടോ ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടോ സുഹൃത്തിന് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടോ എന്ത് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട് മുട്ടായി ചോക്ലേറ്റ് ഡുണ്ടു അടിക്കി തരാറുണ്ടോ നീ ഡുണ്ടുടെ നീ അടിക്കോ ഡുണ്ടു നിന്നെ അടിക്കോ ആര് ജയിക്കും ചേട്ടൻ ജയിക്കും നിന്നെ അടിക്കും മണിക്കൂറിന് ഇതിൽ ആരൊക്കെ തമ്മിൽ അടി കൊടുത്താറില്ല ഇതിൽ അവർ അടി കൊടുത്താറില്ല ഇവര് 3 പേര് അടി കൊടുക്കും പിന്നെ ഇവര് ആര് ജയിക്കും നമുക്ക് നടക്കി നോക്കിയാൽ ചക്കയുണ്ട് ചക്കയുടെ നടക്കി നോക്കിയാലേ ഞാനും കൂടെ ചെയ്യണമെങ്കിൽ ആരും ജയിക്കൂല ആര് ജയിക്കും ചക്കയോട് ചക്ക ജയിക്കും ഇല്ല നീ ജയിക്കും ഉറപ്പാണോ ഇത് കഴിഞ്ഞ നമ്മൾ ഫൈറ്റ് വരിക നമുക്ക് കാണാലോ അങ്ങനെ പോലെ ചക്ക ആര് ജയിക്കും നമുക്ക് അറിയാലോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഓണത്തിനുണ്ടൊക്കെ പോകുന്നുണ്ട് ഓണത്തിനൊന്നും പോകൂല എവിടെ വീട്ടിൽ തന്നെയാണ് ചക്ക എവിടെ പോകുന്ന ഓണത്തിന് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ എത്ര സ്കൂളൊക്കെ അടച്ച് മോൻ പ്രസിഡന്റാണ് പ്രസിഡന്റ് പാറു ഡിഗ്രി ഫസ്റ്റ് ഇയർ ചക്കി മോളെ ജേർണലിസ്റ്റ് എന്താണ് ജേർണലിസ്റ്റിന്റെ താല്പര്യം അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ഒരു ജേർണലിസ്റ്റിനെ ഇവിടെ ചെറിയ അതായത് ഒരുപാട് അനുഗ്രഹിക്കുന്ന കലാകാരന്മാരാണ് ചെറിയ അതിന്റെ ആ ഒരു കൂടി നമുക്ക് പാറ കൂടി നമുക്ക് ഒരു വലിയ ജേർണലിസ്റ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് ആശംസിക്കാം ചക്കി എന്താണ് ആഗ്രഹം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് 6 പഠിക്കുന്നത് അപ്പോൾ 4 10 എങ്ങനെയുണ്ട് ക്ലാസ് ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കാം ഒരു വലിയ ഫ്ലെക്സ് പ്രതീക്ഷിക്കാം സിംഗിൾ ഫ്ലെക്സ് ഉറപ്പ് അപ്പൊ ഞാൻ ഒരു പേര് കൂടെ പേരോടൊന്ന് പറഞ്ഞു കൊടുത്തേ മണിക്കൂറിന്റെ പേര് ആര്യൻ എന്നാണ് പാറുവിന്റെ പേര് ആദ്യ ചക്കിച്ചക്കന്റെ പേര് എന്താണ് അളകനന്ദ അടിപൊളി പേരിലാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അപ്പുവിന്റെ പേര് അശ്വനന്ദൻ നല്ല പേര് ഉണ്ടോ പേര് പറഞ്ഞോളൂ ആദിശേഷൻ അടിപൊളി എല്ലാവർക്കും എടുത്തോ ആരെടുത്തു ഓണക്കോടി അമ്മ അച്ഛനും അമ്മയും എടുത്തു കൂടെ പോയി തന്നെ എടുത്താ അല്ലല്ല അച്ഛനും അമ്മ എടുത്തോണ്ട് വന്നിട്ട് തരയണേന്ന് ചക്കിക്കും എടുത്ത് അപ്പോ ഇതാണ് ഇവരുടെ ഫാമിലി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പാറു തന്നെ പറയും ഇതെന്റെ അച്ഛനാണ് അത് അച്ചാച്ചൻ നമുക്ക് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നത് അച്ചാച്ചനും കൂടെയാണ് പിന്നെ നമ്മളെ വീഡിയോ എടുത്തു തരുന്നത് അമ്മയും കുഞ്ഞിയാണ് അമ്മയും കുഞ്ഞിനെ കിച്ചണിലാണ് അറിയാലോ തിരക്കിലാണ് വിളിച്ച് മാക്സിമം പായസം കരിഞ്ഞു പോന്ന് പറഞ്ഞാണ് ഓണത്തിന്റെ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ പറ്റത്തില്ല തിരക്കിലാണ് എന്താണ് അണ്ണാ പറയാ ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കോളേജിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് എടുത്ത് പിന്നെ ഇവര് നല്ല ജോളിയായിട്ട് കഴിയുന്നു ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പഴയ കാലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു അവര് എടുത്ത് ഇത് ഇവരുടെ വീഡിയോയുടെ ഫ്രെയിമിൽ ഒരു ലോറി കാണും കരാളി ലോറി അത് അണ്ണന്റെ വണ്ടിയാണ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളൊക്കെ ലോറി കണ്ട് തുടങ്ങിയ കാലം മുതൽ അണ്ണൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജോലിക്ക് അവിടെ ലോറി ഓടിച്ചുകൊടുത്ത ഒരാളാണ്
പെട്ടെന്ന് തന്നെ അണ്ണനെ കാണുക മനസ്സിലായി ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം അണ്ണനെ വീണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന സമയം പോലെ അണ്ണനെ കണ്ടു തുടങ്ങിയതാണ്. അണ്ണൻ്റെ മക്കളാണ് അല്ലെങ്കിൽ വേറെ ചെറുകുട്ടികളാണ് ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ ഇപ്പം അറിയപ്പെടുന്നത്, മലയാളികൾ അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറിയത്. ഒരുപാട് സന്തോഷം അല്ലേ, ഒരുപാട് സന്തോഷമല്ലേ നമുക്ക് അറിയപ്പെടുന്നത്. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? അതെ, ഒരു ആദ്യത്തെ ഇന്റർവ്യൂ ആണിത്. അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മീഡിയയുടെ കലാനികേതൻ ഓൺലൈൻ മീഡിയയുടെ സ്നേഹാദരവ് ഈ അവസരത്തിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്നേഹാദരവ്. ധൈര്യം അൺപാക്ക് ചെയ്തോ, നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുക എന്താണ് എന്നുള്ളത്. ചക്കി കൊടുക്കല്ലേ. ചക്കി സന്തോഷമായ ചക്കിനെ പടത്തില്ല. അയ്യോ കൈയായിട്ട് അത് കൈ വെച്ചു എല്ലാവരും സന്തോഷല്ലേ? സന്തോഷമായി. അപ്പോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ ഓണത്തിന്റെ പ്രത്യേകത ഉണ്ടോ നിങ്ങൾക്ക്? ഈ ഓണത്തിന് നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്റർവ്യൂ. അടിപൊളിയാണ്. ആ ഒരു ഭാഗ്യം നമ്മുടെ മീഡിയക്ക് കിട്ടി അല്ലേ? അപ്പൊ എല്ലാവരോടും ഒരു താങ്ക്സ് ഉണ്ട്. കാര്യം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു താങ്ക്സ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒരു ഓണാശംസകൾ നേർന്നാലോ? എല്ലാവരോടും ചേർന്ന് ഓണാശംസല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിഷയങ്ങളും ഓണാശംസ നേർന്നാലോ? അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. ഓണാശംസകൾ പറയാപ്പോ ചക്കി പറയാപ്പോ ചക്കി പറ ഓണാശംസ എല്ലാവരും ഓണാശംസകൾ.